പറയേണ്ടതുണ്ട്. ശ്രീ എം ജയചന്ദ്രൻ, ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായി വരുന്ന ഈ ഒരു ബജറ്റ്, അതിൽ സർപ്രൈസുകൾ നിരവധി ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ സർപ്രൈസുകളൊന്നും ഉണ്ടാവില്ല എന്ന് നിർമ്മലാ സീതാരാമൻ പറഞ്ഞുവെങ്കിൽ പോലും അതിന് തന്നെയാണ് സാധ്യത എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങയുടെ ഈ ഒരു ഇടക്കാല ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള ചിന്തകൾ എങ്ങനെയാണ്? ഇത് നാളെ വരാൻ പോകുന്നത് ഇടക്കാല ബജറ്റാണ് എങ്കിലും ഇലക്ഷനാണ് മെയിൻ ഫോക്കസ് എന്നുള്ളത് കൊണ്ട് അത് കേന്ദ്രീകരിച്ചായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ആ ബജറ്റിലെ ഉള്ളടക്കങ്ങൾ വരിക. അത് നമ്മൾ 2019 കണ്ടതാണ്. അന്ന് നിർമ്മലാ സീതാരാമന് പകരം ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചത് പീയൂഷ് ഗോയലാണ് എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ കിസാൻ സമ്മാൻ നിധി പോലെയുള്ള കൃഷിക്കാർക്ക് വർഷത്തിൽ 6000 രൂപ കൊടുക്കുന്ന ആ പദ്ധതി പ്രഖ്യാപിച്ചത് പീയൂഷ് ഗോയൽ ഇടക്കാല ബജറ്റിലാണ്. ഒപ്പം വേറെ ചില പദ്ധതികളും കൂടെ പ്രഖ്യാപിച്ചിരുന്നു. ഇത്തവണ അതിനൊരു എക്സ്റ്റൻഷൻ ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കണം. സ്ത്രീകൾക്ക് ഇതുപോലെ ഒരുപക്ഷെ ഈ കിസാൻ സമ്മാൻ നിധി ചെറിയ തോതിൽ വർദ്ധിപ്പിച്ചേക്കാന്ന് മാത്രമല്ല, സ്ത്രീകൾക്ക് അത് 10,000-ഓ 12,000-ഓ വരെ ആക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വാദങ്ങൾ നേരത്തെ മുതൽ നിന്ന് ഉയരുന്നുണ്ട്. അത്തരത്തിലുള്ള പോപ്പുലിസ്റ്റ് നടപടികൾ ഉള്ള ബജറ്റാകും സാധാരണഗതിയിൽ ഒരിടക്കാല ബജറ്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാവുക. അതിനനുഭവത്തിന് യാതൊരു കഥയുമില്ല. അതുകൊണ്ടൊക്കെയാണ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞത് ഞങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ നാളെയും ചെയ്യും എന്ന അർത്ഥത്തിലാണ് അവര് പറഞ്ഞത്. അതിനെ ചില മാധ്യമങ്ങളാണ് അത് വിശ്വസിക്കേണ്ടതില്ല എന്നുള്ള നിലയിലേക്ക് കാണുന്നത്. അവരെ സംബന്ധിച്ചോളം അവര് എന്താണ് ഇത്തരത്തിലുള്ള പോപ്പുലിസ്റ്റ് ബജറ്റ് അവതരിപ്പിക്കുക എന്നുള്ളത് അവർക്ക് തർക്കമൊന്നുമില്ല. അതങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. പക്ഷേ തർക്കം വരുന്നത് എവിടെയാണെന്നറിയാമോ? ഈ രാജ്യത്തിന്റെ സാമൂഹ്യക്ഷേമ മേഖലകളിൽ കൂടുതൽ നിക്ഷേപം നടത്തിക്കൊണ്ട് ജനങ്ങളുടെ ഉത്പാദനക്ഷമത കൂട്ടുക, പർച്ചേസിംഗ് പാരിറ്റി കൂടുതൽ ഉണ്ടാക്കുക എന്നുള്ള നിലയിൽ ചിന്തിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു ജനക്ഷേമകരമായ പദ്ധതിയിലേക്ക് മോദി ഗവൺമെന്റ് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അത് നാളെ വരാനിരിക്കുന്ന ബജറ്റിന്റെ മാത്രം ഒരു ഡീമെറിറ്റ് ആയിട്ടല്ല ഞാൻ കാണുന്നത്. മോദി ഗവൺമെന്റിന്റെ സാമ്പത്തിക നയത്തിലെ അടിമുടി നമ്മൾ പരിശോധിച്ചാൽ കഴിഞ്ഞ 10 വർഷമായി കാണുന്നത് അത് തന്നെയാണ്. വിവിധ ബജറ്റുകളിൽ എടുത്ത് പരിശോധിച്ചോളൂ, അത് തന്നെയാണ് കാണുന്നത്. സാമൂഹ്യക്ഷേമ മേഖലകളെ പൂർണ്ണമായിട്ടും അവഗണിക്കുകയും അല്ലെങ്കിൽ മാർജിനലൈസ് ചെയ്യുകയും, എന്നാൽ അതേസമയം മറ്റ് സ്വകാര്യ സംരംഭകരെ വലിയ തോതിൽ താലോലിക്കുകയും ചെയ്യുന്ന നടപടികൾ എത്രയോ ഉണ്ട് കാണാനായിട്ടും പറയാനായിട്ടും. പക്ഷേ ഈ ഒരു ചർച്ചയുടെ പരിമിതിക്ക് അത്രയും പേരുള്ളതുകൊണ്ട് അത് വിശദമായി ചർച്ച ചെയ്യുക സാധ്യമല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. പക്ഷേ ഈ ധനക്കമ്മി കുറയ്ക്കണമല്ലോ, അതൊരു പ്രശ്നമാണല്ലോ. അത് ഏത് ഗവൺമെന്റിന്റെ മുമ്പുള്ള പ്രധാനപ്പെട്ട പ്രശ്നമാണ് ധനക്കമ്മി കുറയ്ക്കുക എന്ന് വരുന്നത്. അപ്പൊ ആ ധനക്കമ്മി കുറയ്ക്കാൻ എന്താണ് ഇവർ മുമ്പോട്ട് വെക്കുന്ന മാർഗം? നേരത്തെ വാജ്പേയി സർക്കാരിന്റെ കാലത്താണ് 2003 ഈ ധന ഉത്തരവാദിത്വ നിയമം ആവിഷ്കരിക്കുന്നത്, പാർലമെന്റിൽ ആവിഷ്കരിച്ച് എല്ലാ സംസ്ഥാനങ്ങളും നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. അത് ഏതാണ്ടൊരു 5 വർഷം കൊണ്ട് അത് ചെയ്യാം എന്നാണ് അന്ന് കണ്ടിരുന്നത് പാർലമെന്റ്. പക്ഷെ 2004 UPA 1 ആണ് മൻമോഹൻ സിംഗ് അധികാരത്തിൽ വന്നത്. പക്ഷെ 2008 ആയപ്പോൾ എന്താണ് സംഭവിച്ചത്? ലോകമാകെ സാമ്പത്തിക ഞെരുക്കത്തിൽ അമർന്നു, നമുക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീട് കുറെ വർഷങ്ങളും കൂടെ അത് വേണ്ടിവരുമെന്ന് കണക്കാക്കി. പക്ഷെ ആ വർഷങ്ങൾ പോകെ സംഭവിക്കുന്നത് ഏറ്റവും ഒടുവിൽ കോവിഡ് വരെ വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായി. അപ്പൊ നമ്മൾ അന്ന് കണ്ട ആ ധന ഉത്തരവാദിത്വ നിയമം, അതിനകത്ത് പ്രധാനപ്പെട്ട പറഞ്ഞ പോളിസി എന്ന് പറഞ്ഞാൽ 3% കൂടുതൽ കൂടാൻ പാടില്ല കമ്മി എന്നുള്ളതായിരുന്നു അന്ന് കണ്ടത്, പാർലമെന്റ് പാസ്സാക്കിയത്. പക്ഷെ അത് നടപ്പാക്കാൻ പറ്റാതെ പല ഘട്ടങ്ങളിലും പറ്റാതെ പോകുന്നത് ഈ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ദേശീയമായും രാജ്യാന്തരമായും അനുഭവിക്കേണ്ടി വരുന്നതിന്റെ ഭാഗമാണ്. ഏറ്റവും ഒടുവിൽ കോവിഡും വന്നു. അപ്പൊ അത് അത്തരം കാര്യങ്ങളൊക്കെ നിർമ്മലാ സീതാരാമന്റെ മുമ്പിൽ ശക്തമായ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് തന്നെ മുമ്പിലുണ്ട്. എന്നാൽ അതേസമയം കഴിഞ്ഞ ബജറ്റില് പീയൂഷ് ഗോയൽ അവതരിപ്പിച്ച അതിനുശേഷമുള്ള ബജറ്റില് പിന്നീട് വരുന്ന എന്താണ്? പിന്നീട് റോഡ് വികസനത്തിനും റെയിൽ വികസനത്തിനും മോദി ഗവൺമെന്റ് വലിയ തോതിൽ തുക മാറ്റിവെക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ ബജറ്റിൽ. അപ്പൊ അത് ഇത്തവണയും കൂടുതൽ പ്രതീക്ഷിക്കണം. ആ തരത്തിൽ ഇലക്ഷൻ കൂടെ ആയതുകൊണ്ട് റോഡ് വികസനത്തിനും റെയിൽവേ വികസനത്തിനും കൂടുതൽ വകയിരുത്തലുകൾ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആ മേഖലകൾ ഒഴിച്ചാൽ മറ്റു മേഖലകളൊന്നും കാര്യമായിട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലെങ്കിലും ഇത് വരുന്നുണ്ട്. പക്ഷേ ധനക്കമ്മി എങ്ങനെ കുറയ്ക്കും എന്നുള്ള നിർണായകമായ പ്രശ്നം അവിടെ കിടക്കുന്നു. രണ്ടാമത്തേത് ഈ വിവിധ സംസ്ഥാനങ്ങളുമായി ഫിസ്ക്കൽ ഫെഡറലിസം കേരളം തന്നെ പ്രധാനമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. ആ ഫിസ്ക്കൽ ഫെഡറലിസം എന്ന് പറയുന്ന ആ ഒരു ഭരണഘടനാ ദത്തമായിട്ടുള്ള അവകാശം
അത് സംസ്ഥാനങ്ങളോട് പാലിക്കുന്നില്ല എന്നുള്ള പ്രശ്നം കേരളം രാഷ്ട്രീയമായി പറയുക മാത്രമല്ല, അതിനെതിരെ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിന്റെ ഈ കടമെടുപ്പ് നിശ്ചയിക്കാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിനല്ല എന്ന് സുപ്രീം കോടതി വ്യാഖ്യാനിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഡിസംബർ 14-ന് കേരളം കേസ് കൊടുത്തത്. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടല്ലോ, സോളിസിറ്റർ ജനറലിനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടപ്പോൾ ഏതാനും ദിവസം സമയം കൂടെ തരണമെന്ന് പറയുന്നു, 2 ആഴ്ച കൂടെ സമയം നീട്ടി കൊടുക്കുന്നു. അപ്പൊ ഈ പ്രശ്നം എങ്ങനെയാണ് അഡ്രസ് ചെയ്യാനിരിക്കുന്നത്? സ്വാഭാവികമായും ഞാൻ വിചാരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം പോലും ഉണ്ടാകാനിടയില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ചോദിച്ചാൽ ഇത് ഇടക്കാല ബജറ്റാണ്, ഇന്റർ ബജറ്റാന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇത്തരം പ്രശ്നങ്ങളിൽ വരേണ്ട കാര്യമില്ല. ഇലക്ഷന് ശേഷം വരുന്ന ഗവൺമെന്റ് ആണ് പൂർണ്ണ ബജറ്റ് കൊണ്ടുവരേണ്ടത്. അപ്പോഴാണ് ഫിസ്ക്കൽ ഫെഡറലിസം ഒക്കെ ഒരു ചർച്ചയിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ തീരാനുള്ളതേ ഉള്ളൂ എന്നുള്ള മട്ടിൽ അതിനെ ലഘൂകരിക്കാം. പക്ഷേ ഞാനിതിവിടെ പറയാൻ കാര്യം, സുപ്രീം കോടതിയിൽ ഈ വിഷയം നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് ലഘുവായ ഒരു പ്രശ്നമല്ല എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ. അതാണ് പ്രാഥമികമായ കാര്യങ്ങൾ പറയാനുള്ളത്. ശ്രീമതി ബിന്ദു വയലാർ, ഈ ഒരു ബജറ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ റെയിൽവേ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെ